പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോക വ്യോമയാന ചരിത്രത്തിൽ ഇന്ത്യ സ്വന്തം പേര് തങ്കലിപികളിൽ എഴുതി ചേർക്കാൻ പോകുന്നു. പതിറ്റാണ്ടുകളായി നമ്മൾ കാത്തിരുന്ന ആ വലിയ സ്വപ്നം, ഇന്ത്യയുടെ ആകാശ അതിർവരമ്പുകൾക്ക് കാവൽ നിൽക്കുന്ന പോർ വിമാനങ്ങൾക്കിനി സ്വന്തം ഹൃദയം രൂപപ്പെടാൻ പോകുന്നു. ഏതു വൻ ശക്തിക്കും സ്വന്തമാക്കാൻ കഴിയാത്ത അത്യാധുനിക ടെക്നോളജി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരത സർക്കാർ ഒരുക്കിയ തന്ത്രപരമായ നീക്കം. ഫ്രാൻസിന്റെ വൻകിട കമ്പനിയായ സഫ്രാനുമായി ചേർന്ന് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത് സാധാരണ ഒരു എഞ്ചിൻ മാത്രമല്ല, മറിച്ച് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കിടിലൻ സാങ്കേതിക വിദ്യ കൂടിയാണ്. വീഡിയോ മുഴുവനായി കാണുക, കാരണം ഭാരതത്തിൻ്റെ ഈ പുതിയ കുതിച്ചുചാട്ടം എന്താണെന്ന് അറിഞ്ഞാൽ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഹൃദയം അഭിമാനം കൊണ്ട് നിറയും. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സഫ്രാനുമായി കൈകോർക്കുമ്പോൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് ആത്മനിർഭർ ഭാരത് എന്ന മഹത്തായ കാഴ്ചപ്പാടാണ്. ഇതുവരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതിക വിദ്യ ഇറക്കുമതി ചെയ്തിരുന്ന നമ്മുടെ രാജ്യം ഇനി മുതൽ സ്വന്തം മണ്ണിൽ സാങ്കേതിക വിദ്യ ഉൽപ്പാദിപ്പിക്കുന്ന വൻ ശക്തിയായി മാറുമെന്നതാണ്. 110 മുതൽ 125 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള അതിശക്തമായ ടർബോഫാൻ എഞ്ചിനുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ ഭാവി പോർ വിമാനങ്ങളായ AMCA അതുപോലെ തന്നെ തേജസ് മാർക്ക് 2 എന്നിവയിൽ ഉപയോഗിക്കുന്ന ഈ പുതിയ എഞ്ചിനുകളായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിലും വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന സത്യം എന്താണെന്നാൽ ഇത് വെറുമൊരു സൈനിക ആവശ്യത്തിന് മാത്രമുള്ളതല്ല എന്നതാണ്. സിവിൽ ഏവിയേഷൻ അഥവാ നമ്മുടെ യാത്രാ വിമാനങ്ങൾക്കും കൂടി ഉപകരിക്കുന്ന തരത്തിലാണ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറായിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലോകത്തിൽ വളരെ ചുരുക്കം രാജ്യങ്ങളുടെ കൈവശം മാത്രമുള്ള സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡ് ടെക്നോളജി സഫ്രാൻ ഇന്ത്യയുമായി പൂർണ്ണമായും പങ്കുവയ്ക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. അതിതീവ്രമായ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഈ ഹൈടെക് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്നതോടെ ഇന്ത്യ സാങ്കേതിക രംഗത്ത് വർഷങ്ങൾ മുന്നിലേക്ക് കുതിക്കും. സഫ്രാനും ഭാരതത്തിൻ്റെ DRDOയും ചേർന്ന് തുക മുടക്കി ഡിസൈൻ ചെയ്യുന്ന ഈ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് ബംഗളൂരുവിലെ HAL ഫെസിലിറ്റിയിലായിരിക്കും. എന്നാൽ പോർ വിമാനങ്ങൾ മാത്രമല്ല, നിങ്ങൾ ദിവസവും കാണുന്ന എയർബസ് A320 നിയോ അതുപോലെ തന്നെ ബോയിങ് 737 മാക്സ് വിമാനങ്ങളുടെ ലീപ്പ് എഞ്ചിൻ ഭാഗങ്ങളും ഇനി ബംഗളൂരുവിൽ നിർമ്മിക്കും. അതായത് ലോകത്ത് പറക്കുന്ന പ്രമുഖ യാത്രാ വിമാനങ്ങളിലും ഇനി മെയ്ക്ക് ഇൻ ഇന്ത്യ മുദ്ര പതിയും എന്നത് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. നേരത്തെ കാവേരി എഞ്ചിൻ പ്രോജക്റ്റിൽ നമ്മൾ നേരിട്ട സാങ്കേതിക തടസ്സങ്ങളെല്ലാം പഠിച്ച് ഇത്തവണ ഒരു വീഴ്ചയും വരുത്താത്ത രീതിയിലാണ് നമ്മുടെ സർക്കാരും പ്രതിരോധ ശാസ്ത്രജ്ഞരും ഈ പദ്ധതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു രാജ്യത്തിനു മുന്നിലും പണയം വയ്ക്കാത്ത ഉറച്ച നിലപാടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് ഇപ്പോൾ ഇവിടെ ജയിച്ചിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ പുതിയ ടർബോഫാൻ എഞ്ചിൻ്റെ പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് പൂർത്തിയാക്കുമെന്നതാണ്. 2030ഓടെ ഇന്ത്യയിലെ ഫാക്ടറികളിൽ നിന്നും ഇവ കൂട്ടത്തോടെ പുറത്തിറങ്ങും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് മാത്രമല്ല, സാമ്പത്തിക രംഗത്തിനും വലിയൊരു കുതിപ്പേകും എന്നത് എടുത്തു തന്നെ പറയണം. ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. MSME കമ്പനികൾക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കും. കൂടാതെ ലോകത്തിലെ 3ാമത്തെ വലിയ വ്യോമയാന മാർക്കറ്റായി നമ്മുടെ ഇന്ത്യ മാറുമ്പോൾ കോടിക്കണക്കിന് ഡോളറിൻ്റെ വിദേശ നിക്ഷേപമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഇനി ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എഞ്ചിനുകൾ വാങ്ങുക മാത്രമല്ല, വരും വർഷങ്ങളിൽ സൗഹൃദ രാജ്യങ്ങളിലേക്ക് എഞ്ചിനുകൾ ഭാരതം കയറ്റി അയക്കുക കൂടി ചെയ്യും. ഉപഭോക്താവ് എന്ന നിലയിൽ നിന്നും ലോകത്തിൻ്റെ നിർമ്മാതാവ് എന്ന നിലയിലേക്ക് നമ്മുടെ ഭാരതം വളരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.